ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് US ബോർഡർ. അപ്പോൾ അവിടുത്തെ റിവർ സൈഡും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെയും ഞങ്ങൾ ഈ യാത്രയിൽ ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇന്ന് നല്ല വെതറാണ്, തണുപ്പ് കുറവാണ്, കാറ്റും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് എത്തിയത്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ US ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഇവിടെയാണ് നമ്മളുടെ മലയാള സിനിമ പൃഥ്വിരാജിൻ്റെ രണം കൂടുതൽ ഭാഗങ്ങൾ ഷൂട്ട് നടന്നിട്ടുള്ളത്. വളരെ മനോഹരമായ സ്ഥലമാണ്. ഈ റിവറിൻ്റെ അപ്പുറം US. അപ്പോൾ നമുക്ക് കാനഡയുടെ ബോർഡറും US തമ്മിൽ ഈ റിവറിൻ്റെ ഒരു ചെറിയൊരു അകലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് US അടുത്ത് നിന്ന് പാലാണ്. ആ അറ്റത്ത് കാണുന്ന പാലമാണ് അംബാസിഡർ പാലം. ആ പാലത്തിലൂടെയാണ് കാനഡയും US തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാനഡയിൽ നിന്ന് ആ പാലത്തിലൂടെ US എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഈപ്പന് വലിയ സന്തോഷമായി. അപ്പോൾ ഈപ്പൻ അതുകൊണ്ട് തന്നെ അത് അവിടെ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവൻ ഓട്ടം ആരംഭിച്ചു. അപ്പോൾ ഇവിടെ കാനഡയിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഒഴിവു സമയങ്ങൾ അല്ലെങ്കിൽ അവധി ദിനങ്ങളൊക്കെ പുറത്തിറങ്ങി കൂടുതൽ സമയം ചിലവഴിക്കുന്നവരാണ്. നമ്മളൊക്കെ വീടിനകത്ത് ചിലവഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇവരെല്ലാവരും തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക, അല്ലാച്ചെങ്കിൽ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയാണ്. വരുന്നവർക്ക് ചിലവഴിക്കാനായിട്ട് പാർക്കുകളാണെങ്കിലും ഇവിടെ തന്നെ അവരുടെ വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണെങ്കിലും, അതുപോലെ അവർക്ക് എന്താ പറയുക, സമയം പരമാവധി ചിലവഴിക്കാവുന്ന ഒത്തിരിയേറെ സൗകര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും ഭയങ്കര വൃത്തിയും വെടുപ്പാണ്. അതായത് ഒരു പേപ്പറിൻ്റെ പീസ് പോലും ഒരു സ്ഥലത്തും കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ ചെടികൾ ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല, സമ്മറിലേക്ക് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ അത്രമാത്രം ഇവർ പൂക്കൾ കൊണ്ടും അതുപോലെ എല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ട് എന്താ പറയുക, വെച്ച് പിടിപ്പിച്ച് ഭയങ്കര മനോഹരമാക്കിയിട്ടാണ് ഈ രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ മെമ്മറീസിൻ്റെ ഒരു സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഓരോ മേഖലയിലുള്ള ആളുകൾക്കും അത്രമാത്രം പ്രാധാന്യം ഇവർ ഈ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡയറക്ഷൻസ് ആണ് എഴുതി വച്ചിരിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഒരു അഗ്നിബാധയിൽ നിന്നൊരു കുട്ടിയെ രക്ഷിക്കുന്ന ഒരു രംഗമാണ് ഇവർ സ്റ്റാച്ചുവിൽ ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ സേഫ്റ്റി ഭയങ്കരമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു മേഖലയാണ്. എല്ലാ മേഖലകളിലും ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ട്രെയിനിൻ്റെ എൻജിനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇതിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അവർ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ ആദ്യമായിട്ടുണ്ടായ ഒരു എൻജിൻ്റെ ഒരു ബോഗി ആയിരിക്കാമെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അത് ഇതിൻ്റെ എന്തെങ്കിലും എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് എഴുതി വെച്ച് നോക്കി ഒരു സ്ഥലത്തും കണ്ടില്ല. അപ്പോൾ അത് ഇവർ ഓരോന്നിനും അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അത്രമാത്രം ഇതിൽ ചെയ്യും. ഈ കാണുന്ന ബോട്ടിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഈ റിവർ മൊത്തം ഇങ്ങനെ നമുക്ക് കറങ്ങാനായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റും US ബോട്ട്. അതിലും ഇതുപോലെ തന്നെ നമുക്ക് അവർക്ക് കയറി കഴിഞ്ഞ് മൊത്തം അവർക്ക് ഇത് കറങ്ങി ഈ റിവറിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ അറ്റത്ത് കാണുന്ന പാലം US കാനഡയിൽ നിന്ന് US എൻട്രി ചെയ്യുന്ന പാലമാണെന്ന് പറഞ്ഞ അംബാസിഡർ പാലത്തെക്കുറിച്ച് പറഞ്ഞു. ഇതുപോലെ തന്നെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള US കാനഡയായിട്ടുള്ള സ്പോട്ടാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം. ഇതിൻ്റെ അടികൂടെ ഒരു ടണൽ പോയിട്ടുണ്ട്. ആ ടണലിലൂടെയും നമുക്ക് US യാത്ര ചെയ്യാം. അപ്പോൾ ടണലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് $12 ഏകദേശം ട്രാവലിംഗ് എക്സ്പെൻസ് വരും. മറ്റേ പാലത്തിലൂടെയാണെങ്കിൽ $6 വരുള്ളൂ.
അപ്പോൾ ഇത് രണ്ടും ഏറ്റവും അടുത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. വളരെ മനോഹരമാണ്. ഇവിടുത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയിലൂടെ ഈ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഈ റിവറും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പരിസരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്ര മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരാനും ഇവിടെയൊക്കെ കാണാനും സാധിക്കും. അറ്റത്ത് കാണുന്നതാണ് US-ൻ്റെ ഫ്ലാഗ്. കണ്ട പറന്നുകൊണ്ടിരിക്കുന്ന കാറ്റിൽ ഏറ്റവും ടോപ്പിൽ, ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ. അപ്പോൾ അതാണ് 3 ഫ്ലാഗുകൾ പറന്നുകൊണ്ടിരിക്കുന്നത്. US-ആണ് കാണുന്നത്. ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ്. ഇത് കാനഡയുടെ ഫ്ലാഗാണ്. ഈ ലീഫിൻ്റെ ഫ്ലാഗാണ് കാനഡയ്ക്കുള്ളത്. റെഡ് വൈറ്റ് ആയിട്ട് ആ കാണുന്നതാണ് GMCയുടെ US-ൻ്റെ കാറുകൾ ഉണ്ടാക്കുന്ന അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കാനഡയുടെ ക്രൈസ്ലർ കാറുകളുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാറുകളുടെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ. പല വാഹനങ്ങളും നമുക്കറിയാൻ പറ്റും ഇവിടെ ഉണ്ടാക്കുന്ന കമ്പനികൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ അത്രയധികം ഓരോ ബിൽഡിങ്ങുകളും കാണുമ്പോൾ നമുക്ക് മനോഹരമായ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ ഓരോന്നിൻ്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ റിവറിൻ്റെ അടികൂടെ ഒരു ടണലുണ്ടെന്ന്. എൻ്റെ മകൻ ജെറിക്ക് USC ഉണ്ട്. അവൻ ഈ ടണലിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഇൻഫർമേഷൻ തരുന്നത്. ഓക്കെ, ഞങ്ങളങ്ങനെ US-ൻ്റെയും കാനഡയുടെയും മധ്യഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ US-ൻ്റെ ഇതാണ് ഫ്ലാഗ് പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു US-ന് ഇതിലൂടെ ഒരു ടണലിലൂടെ നമുക്ക് ഈ റിവറിൻ്റെ അടി കൂടെ പോകാമെന്ന്. ജെറി അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, US-ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ആ ഭാഗം കൂടിയും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. മനു നാട്ടിലേക്ക് പോവുകയാണ്. മനുവിൻ്റെ സ്വദേശം കോഴിക്കോടാണ്. അപ്പോൾ ജെറിയും മനുവും കൂടിയിട്ട് US-ൻ്റെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ജെറി നിങ്ങളോട് US-നെ കുറിച്ച് പറയുന്നതായിരിക്കും. ഇതാണ് US-ൻ്റെ ബ്രിഡ്ജ്, ഐ മീൻ ടോള്. US-ലോട്ട് കിടക്കുന്നതിനായിട്ട് മുമ്പ് ഇതാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. മനുച്ചേട്ടൻ നാട്ടിൽ പോകണം സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങി ആണ് നാട്ടിലോട്ട് നിന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ ലിക്കർ സ്റ്റോറിലോട്ട് കയറിയതാണ് സാധനം മേടിക്കാൻ. ഉള്ളിൽ കയറിയിട്ട് കാണിച്ചാൽ ടോള്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ട്രക്കുകളൊക്കെ കുറെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ബോർഡർ. യെസ്, കനേഡിയൻ ബോർഡർ. ട്രക്കുകൾ
അംബാസഡർ ബ്രിഡ്ജ് അല്ലേ? 1930 ഉണ്ടാക്കിയതാണ്. അന്നത്തെ എഞ്ചിനീയറിംഗ് കൊണ്ട് ഇന്നും 2025 ഭംഗിയായിട്ട് ഓടും. അതെ, അഴിമതി ഇല്ലാത്തതുകൊണ്ട്. അതല്ല അതിന്റെ ക്വാളിറ്റി, എഞ്ചിനീയറിംഗ് മികവും. പിന്നെ ഗോഡി ഹോവ് ന്യൂ ബ്രിഡ്ജ് അപ്പുറം കാണുന്നത്, പുതിയത് വരുന്നത്. പുതിയ ബ്രിഡ്ജാണ് അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അംബാസഡർ ബ്രിഡ്ജിലെത്തി. സ്വിം ചെയ്തിട്ട് അംബാസഡർ ബ്രിഡ്ജ് എടുത്തു. അംബാസഡർ ബ്രിഡ്ജ് GMC ഇപ്പുറത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡിട്രോയിറ്റും ഈ റിവറിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ളത് വിൻസറുമാണ്, കാനഡ. അപ്പുറത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിട്രോയിറ്റിലോട്ടാണ് കിടക്കണേ. ഇപ്പോൾ ബോർഡറിലെത്തുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് US ബോർഡറിലെത്തുമ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ കറക്റ്റ് ടൂറിൻ്റെ സെൻറ്ററിലെത്തി. നമ്മൾ ബോർഡറിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രക്കുകൾ എപ്പോഴും ഉണ്ടാവും കടക്കാൻ. നേരെ കാണാനാണ് അമേരിക്കൻ സെക്യൂരിറ്റി ബോർഡർ. പരമാവധി കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഗേറ്റ്സ് എല്ലാം ഓപ്പണാണ്. ഞങ്ങൾ സെക്യൂരിറ്റി ക്ലിയറൻസിന് പോവാണേ. നമ്മൾ US സെക്യൂരിറ്റി കഴിഞ്ഞു. മിഷിഗൻ സ്റ്റേറ്റ് ഡിട്രോയിറ്റ് സിറ്റിയിലോട്ട് കടന്നു. കാര്യമായിട്ട് ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല, ജസ്റ്റ് ചോദ്യങ്ങൾ അവർ ചോദിച്ചു. നമ്മളിപ്പോൾ എയർപോർട്ടിലോട്ട് മൂവ് ചെയ്യാം. നമ്മൾ US എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഞങ്ങൾ നിൽക്കുന്ന വിൻസർ സിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു 7 കിലോമീറ്റർ ടു 8 കിലോമീറ്ററുള്ളോ US-ലോട്ട് മിഷിഗനായി. ഇവിടെ വരുമ്പോൾ നമുക്ക് കിലോമീറ്റർ മാറ്റണം. ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ മൈലാണ്, കിലോമീറ്റർ സ്പീഡല്ല. റോഡിലെത്തി. ഓൾമോസ്റ്റ് എയർപോർട്ടിലെത്തി. 2-3-4-5 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്തുവേ. ഓർഡർ പടയുന്ന കഴിഞ്ഞു. ഇന്റർനാഷണലും ഡൊമസ്റ്റിക്കും ഉണ്ടല്ലേ? രണ്ടും ഉണ്ട്. പക്ഷേ വളരെ കുറച്ച് ഫ്ലൈറ്റ്സ് ഇന്റർനാഷണൽ ഉള്ളൂ. ഇവിടെ 2 എയർപോർട്ടുണ്ട്. ഒന്ന് മക്നാമാരി ഉണ്ട്, മെട്രോപൊളിറ്റൻ ഉണ്ട്. കുറേ കമ്പനികളുടെ ഫ്ലൈറ്റ് മക്നാമാരി തന്നെ എടുക്കുന്നുണ്ട്. കുറേ കമ്പനികളുടെ മക്കിവാനി. ടാക്സി, മെട്രോ ക്യാബ്, ലിങ്കൺ ടാക്സി, എയർപോർട്ട് ടാക്സി ആവുന്നുണ്ട്. DTW, Detroit Metropolitan Airport. ഞങ്ങൾ എയർപോർട്ട് എത്തി. മേടിച്ച കുട്ടി ഇപ്പോൾ വെട്ടിയിൽ കയറ്റി വേണം. ഇതാണ് എയർപോർട്ട്. ചേട്ടൻ പോവാണ്, ഞാനും പോകണം. ഫ്രണ്ട്സ്, ഇന്ന് നല്ല വെതറായതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ കാനഡയിൽ നിന്നാൽ നമുക്ക്
നമുക്ക് അമേരിക്കയും കൂടി കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നത്. നല്ല മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അതിന് നല്ല കാലാവസ്ഥയും നടക്കാനും എല്ലാത്തിനും നല്ലൊരു സുഖമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇത് വീഡിയോ നിങ്ങൾക്ക് വൈകാതെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ വ്യൂവേഴ്സ് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ നമുക്ക് വിസയില്ല, കിടക്കാൻ അങ്ങോട്ട് പറ്റിയില്ലെങ്കിൽ തന്നെയും ഇവിടെ അടുത്ത് വന്നിട്ട് നമുക്ക് വ്യൂവേഴ്സ് കാണാൻ പറ്റുന്നൊരു വലിയൊരു ഭാഗ്യമല്ലേ. അതായത് ഇപ്പോൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നൊരു പേരാണ് അമേരിക്ക. അതായത് ഏറ്റവും വലിയ ശക്തികളുള്ള, അതായത് മറ്റേ യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളും സാമ്പത്തിക മേഖലയാണെങ്കിലും എല്ലാം വളരെ ശക്തമായ ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ അടുത്ത് നമുക്ക് വരാൻ സാധിക്കുക, രാജ്യം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പിന്നെ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും വിസ പ്രോസസ്സിങ്ങൊക്കെ വളരെ ബാക്കാണ്. ഇവിടേക്കൊക്കെ എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ വരാൻ സാധിച്ചത് ഒരു ചെറിയ കാര്യമില്ല, ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മകനെ ഇവിടെ ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ജീനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ വരാനും ഞങ്ങൾക്കിങ്ങനെ വീഡിയോകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് വരാൻ സാധിച്ചു, ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സ്നേഹിതർ അല്ലെങ്കിൽ മറ്റേ ബന്ധുക്കൾ ഇവർക്കൊക്കെ ഇങ്ങനെ വന്ന് കാണാനുള്ള അവസരം ഉണ്ടാവുക നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കണ്ടത് നിങ്ങളിലേക്ക് എത്തിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനം, അതുപോലെ തന്നെ സ്നേഹത്തിനൊക്കെ നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങൾക്ക് എന്നാലാണ് നിങ്ങളുടെ അടുക്കിലേക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.